ഇവരോട് രാഷ്ട്രീയമായിട്ട് മാർച്ച് നടത്താൻ അന്തസ്സായിട്ട് രാഷ്ട്രീയം പറഞ്ഞിട്ട് മാർച്ച് നടത്താൻ പറയാം. എന്തിനാ ഈ ഡ്രാമ കാണിക്കുന്നത്? എന്തിനാ ഓവറാക്കുന്നത്? ഭിന്നശേഷി വിദ്യാർത്ഥികളെ പറ്റി ഇവിടെ ആരെങ്കിലും ഒരു വാക്കെങ്കിലും വേണ്ടിയിട്ടുണ്ടോ? ഒരു വാക്കെങ്കിലും വേണ്ടിയിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാനൊരു വാക്കെങ്കിലും വേണ്ടിയിട്ടുണ്ട്? നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയമായി ഇപ്പോൾ MLA ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുകയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇവർക്ക് ഈ രാഷ്ട്രീയം പറയാനുള്ള അന്തസ് ഇവരെന്താ കാണിക്കാത്തത്? നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ എന്തിനാ ഈ മെലോ ഡ്രാമാസിലേക്ക് പോകുന്നതിന്? എന്തിനാ ഇങ്ങനെ ഓവറാക്കുന്നത്? എൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ എതിരായി ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരാൻ വേണ്ടി അവർ പറയുന്ന പണി ഞാൻ ചെയ്യാം. BJP ചേരുന്നത് ഒഴിച്ച് അത്ര അധമമായൊരു പണി അവരെന്നോട് പറയുന്നത്. ബാക്കി എന്ത് പണി പറഞ്ഞാലും ഞാൻ ചെയ്യും. വെറുതെ ഒരു സമരം നടത്തുകയാണെങ്കിൽ അന്തസ്സായി സമരം നടത്തുക, പോവുക. അതാണല്ലോ എൻ്റെ ഒരു മര്യാദ. അതല്ലാതെ ഈ നാട്ടിലെങ്ങും ഇല്ലാത്ത വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാട്ടെ ജനതയുടെ ഇവർ പാലക്കാട്ടെ ജനതയുടെ പ്രബുദ്ധതയെ കുറേ കാലമായിട്ട് അളക്കുകയാണ്. ആ അളക്കുന്നതിനെല്ലാം നല്ല പലിശ സാധ്യത കിട്ടുന്നുണ്ടല്ലോ പാലക്കാട്ടെ ജനതയുടെ കയ്യിൽ നിന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടുത്തെ വിഷയം സത്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും പൊതുസമൂഹത്തോടും ഈ നാടിനോടും തെറ്റ് ചെയ്തത് RSS ആണ്, BJP ആണ്. അങ്ങനൊരു സ്ഥാപനത്തിന് ഒരു CSR ഫണ്ട് കിട്ടുമ്പോൾ ആ സ്ഥാപനത്തിനകത്ത് കൊടുക്കുന്ന പേര്, ആ പേരിനെ ചൊല്ലിയൊരു തർക്കത്തിലേക്ക് പോകാൻ അവർ പാടുണ്ടോ? അപ്പോൾ ആ തർക്കം തുടങ്ങി അവരെ അപമാനിച്ചത്, ഈ നാടിനെ അപമാനിച്ചത്, പാലക്കാടിൻ്റെ മതേതര പാരമ്പര്യത്തെ അപമാനിച്ചിരിക്കുന്നത് BJP ആണ്. BJP ഈ നാടിനോട് എത്ര മാപ്പ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ നാട് BJPക്ക് മാപ്പ് കൊടുക്കില്ല.